ബഹുമാനപ്പെട്ട തോമസ് കാലായിലച്ചനെ കുറിച്ച് എപ്പോഴും മധുരിക്കുന്ന ഓർമ്മകൾ മാത്രം. ഒരു മാതൃസഹജമായ സ്നേഹവും പിതൃസഹജമായ പരിപാലനയും സംരക്ഷണവും, അതാണ് കാലായിലച്ചൻ. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന നല്ലൊരു വൈദികൻ, ഒരു സഹോദരൻ, ഒരു ശ്രേഷ്ഠ ആചാര്യനെയാണ് കാലായിലച്ചനെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് ഒരു പറ്റേണൽ കൺസേണാണ്. എല്ലാവരോടും വളരെ ഒരു ഫാദർലി ആയിട്ടുള്ള പെരുമാറ്റം. ആ ഒരു പറ്റേണൽ കൺസേൺ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ സമീപിക്കാൻ നമുക്ക് എളുപ്പമാണ്. നമ്മുടെ പ്രിയപ്പെട്ട കാലായിലച്ചനെ പറ്റി രണ്ട് വാക്ക് പറയാൻ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് ധർമാരാമിലെ നാടകവേദി അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്ന രംഗങ്ങളാണ്. ഓഡിയൻസിനെ മുഴുവനും ഉടഞ്ഞു ചിരിപ്പിച്ച രീതിയിൽ അദ്ദേഹം വളരെ മനോഹരമായി അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന ഭാഗങ്ങൾ അഭിനയിച്ചിരുന്നു. അതിനെല്ല സ്റ്റേജിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അദ്ദേഹം കൂടുന്നിടത്തെല്ലാം സന്തോഷമുണ്ടാകാത്ത രീതിയിൽ ധാരാളം എക്സ്പ്രഷൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുമായിരുന്നു. ശ്രീ ചങ്ങനാശ്ശേരിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വിനീതനായ പുരോഹിതനായി എപ്പോഴും ആളുകളുടെ മുമ്പിൽ പുഞ്ചിരിച്ചുകൊണ്ടല്ലാതെ ഒരു മുഖം അദ്ദേഹത്തിൻ്റെത് കാണാൻ ഈ ജീവിതകാലത്തിനിടയിൽ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഉല്ലാസമുറിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സ്നേഹമാണ്, എന്ത് വാത്സല്യമാണ്, എന്ത് സജീവ സാന്നിധ്യമാണ്. ആ ധർമ്മരാം കുടുംബത്തിന് ലൈഫ് കൊടുക്കുന്ന നല്ലൊരു ചൈതന്യമായിരുന്നു ബഹുമാനപ്പെട്ട കാലായിലച്ചൻ. ഞാൻ ഇതുവരെ തോമസ് കാലായിലച്ചനെ കാലായിലച്ചൻ എന്ന് വിളിച്ചിട്ടില്ല. കാരണം നമ്മളെപ്പോഴും അദ്ദേഹത്തെ വിളിക്കുക ഗുരുവച്ചനെന്നാണ്. എങ്ങനെ ആയിരിക്കണം ഒരു വൈദികൻ എന്നുള്ളത് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് പഠിച്ചത് കാലായിലച്ചനിൽ നിന്നാണ്. എന്ത് കാര്യം പറഞ്ഞു ചെന്നാലും ചിരിക്കുന്ന പുഞ്ചിരിക്കുന്ന ഒരു മുഖവുമായിട്ട് സ്വീകരിച്ച് വളരെ സ്നേഹത്തോടു കൂടെ, വളരെ പ്രോത്സാഹനത്തോടു കൂടി തന്നെ ഓരോ കാര്യങ്ങൾ നമുക്ക് തിരിച്ചു തരുമ്പോഴും ഒരിക്കലും ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമം തോന്നിയിട്ടില്ല. മറിച്ച് കൂടുതൽ സ്നേഹം മാത്രമേ അച്ഛനോട് തോന്നിയിട്ടുള്ളൂ. ഒരാളെപ്പോലും അവൻ്റെ കുറവുകൾ കണ്ട് പറഞ്ഞു വിടാനല്ല, കുറവുകൾ പരിഹരിച്ച് ഇവിടെ തന്നെ നിലനിർത്താനും പഠിപ്പിക്കാനും ആഗ്രഹിച്ച ഒരു മനുഷ്യസ്നേഹിയാണ്. ആ സ്നേഹത്തിൻ്റെ മുൻപിൽ തോറ്റുപോകുന്ന വിദ്യാർത്ഥികളായിരുന്നു ഞാനും എൻ്റെ കൂട്ടുകാരും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും. എവിടെ വരാന്തയിലും വഴിയിലുമൊക്കെ വിദ്യാർത്ഥികളെ കണ്ടാലും അദ്ദേഹം അവരോട് എന്തെങ്കിലും പറയാതെ പോവുകയില്ലായിരുന്നു. അങ്ങനെ സ്നേഹധനനായ ഒരു ഗുരുവായും അധ്യാപകനുമായിട്ടാണ് ഞാൻ കാലായിലച്ചനെ സ്മരിക്കുന്നത്. ഒരു പേരയ്ക്ക കിട്ടിയാൽ അത് 32 പേരുണ്ടെങ്കിൽ 32 മുറിച്ച് എല്ലാവർക്കും പങ്കുവെക്കണം. അതുപോലെ തന്നെ തോട്ടത്തിലെ വെജിറ്റബിൾ ഗാർഡനിലൊക്കെ അധ്വാനിച്ച് അവിടെ അതിൻ്റെ ഫലമുണ്ടാക്കി. അങ്ങനെ നമ്മൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ജീവിതത്തിൻ്റെ അടിത്തറയിട്ടിട്ടുള്ള ഒത്തിരിയേറെ നല്ല കാര്യങ്ങളുടെ ആ വലിയ ഒരു പരിശീലന കളരിയായിരുന്നു അന്നത്തെ ആ സെമിനാരി ജീവിതം കാലായിലച്ചൻ്റെ കീഴിൽ. ഞങ്ങൾ ഫസ്റ്റ് ഇയർ വന്നപ്പോഴത്തേക്കാണ് പ്രിയപ്പെട്ട തോമസ് കാലായിലച്ചൻ ഞങ്ങളുടെ ഗുരുവച്ചനായിട്ട് ഉണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് വരുന്നതിൻ്റെ ഒത്തിരി ഹോം സിക്നെസ് ഉള്ളൊരു സാഹചര്യം. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയറിൽ ഞങ്ങളുടെ അച്ചാച്ചനും അമ്മച്ചിയൊക്കെ ആയിട്ട് നോക്കിയിരുന്നത് സത്യം പറഞ്ഞാൽ ഗുരുവച്ചൻ തന്നെയായിരുന്നു. വേറെ ഏതു മാസ്റ്ററച്ചന്മാരോ ഗുരുവച്ചന്മാരോ ഉണ്ടായിരുന്നെങ്കിലും ഇത്രയധികം ഞങ്ങളെ കെയർ ചെയ്യുന്ന നോക്കുമെന്ന് മറ്റൊരു ഗുരുവച്ചൻ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഓർക്കണത് അമ്മച്ചിയൊക്കെ ഞങ്ങളെ കട്ടിലോട്ട് വിടുമ്പോഴത്തേക്ക് പായിലോട്ടൊക്കെ വിടുമ്പോഴത്തേക്ക് അതിൻ്റെ വശങ്ങളിൽ വന്ന് നോക്കിയിട്ട് പോകുന്ന ചില രാത്രികളൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്ത് വന്ന് ആസ്വദിച്ച് പോകുന്ന ഗുരുവച്ചൻ്റെ ഒരു ചിത്രം എപ്പോഴും ഇങ്ങനെ പച്ചകിടാതെ എൻ്റെ മനസ്സിലുണ്ട്. വാത്സല്യം, ലാളിത്യം, കരുണ, ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതമുദ്ര. സെമിനാരി പരിശീലന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സമ്മാനിച്ചതും ഈ ഭാവങ്ങളാണ്. ഇതാണ് ഒരു വൈദികൻ്റെ, ഒരു സന്യാസ വൈദികൻ്റെ ജീവിത രീതികൾ എന്ന് അദ്ദേഹം ഞങ്ങളെ സ്വജീവിതത്തിലൂടെ പഠിപ്പിച്ചു. ഇന്നും അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ നല്ല നല്ല ഓർമ്മകളും മാത്രമേ മനസ്സിലുള്ളൂ. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ, എപ്പോഴും ഒത്തിരി സ്നേഹത്തോടുകൂടി സംസാരിക്കുന്ന അച്ഛൻ. ഹീസ് വെരി മച്ച് പറ്റേണൽ എന്ന് തന്നെ പറയണം. കാരണം ഞങ്ങൾ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് അച്ഛനറിയാം. ഓരോരുത്തരുടെയും കുറവുകളും കഴിവുകളും എല്ലാ കാര്യങ്ങളും അറിയാം. എന്തിനും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. കാലായിലച്ചൻ്റെ മരണത്തിൽ നമുക്ക് ദുഃഖമുണ്ടെങ്കിലും കാലായിലച്ചനെ പറ്റി പറയുമ്പോഴും ഓർക്കുമ്പോഴും എപ്പോഴും മുഖത്തൊരു ചിരി വരും. കാരണം അച്ഛൻ
അച്ഛൻ എപ്പോഴും ഭയങ്കര സന്തോഷത്തോടെ കണ്ടിരുന്നതും നമ്മളെ സന്തോഷിപ്പിക്കാൻ അച്ഛൻ എപ്പോഴും ശ്രമിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലി ആണ് അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യത്തെ കുറേ കൂടി നന്മ നിറഞ്ഞതാക്കിയത്, പ്രകാശപൂരിതമാക്കിയത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ബന്ധങ്ങളുടെ വില അറിയാവുന്ന അച്ഛനാണ് കാലായിലച്ഛൻ. പ്രത്യേകിച്ച് കുടുംബത്തിലെ വേദന അനുഭവിക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ, അതോടൊപ്പം തന്നെ കുടുംബത്തിൽ കൈപിടിച്ചുയർത്തേണ്ടവർ, ഇവരുടെയൊക്കെ വീടുകളിലേക്ക് നിരന്തര സാന്നിധ്യമായി കാലായിലച്ഛൻ കടന്നു ചെന്നിരുന്നു. ഒരു വൈദികൻ, അത് ഒരു സന്യാസ വൈദികൻ, CMI വൈദികൻ എങ്ങനെ കൂടപ്പിറപ്പുകളെ സ്നേഹിക്കണമെന്ന്, എങ്ങനെ സഹോദരന്മാരെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച ബഹുമാനപ്പെട്ട കാലായിലച്ഛൻ. അദ്ദേഹത്തിൻ്റെ ചിരി ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തെ കൊണ്ട് ചിരിപ്പിച്ച്, അല്ലെ ചിരിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിക്കുകയല്ല, അദ്ദേഹം സ്വതമേ ചിരിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം അതുപോലെയാണ്, ലളിതം, ആഡംബരങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു എല്ലാവരോടുമുള്ള കരുണ, വാത്സല്യം, എല്ലാവരെയും ചേർത്ത് നിർത്താനും എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാനും എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് വളരെ വലുതായിരുന്നു. പിന്നെ ചെന്ന് നിൽക്കുന്നവരെ ഒന്നിപ്പിക്കാനും എല്ലാവരുടെയും കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനും എല്ലാവരെയും തിരക്കാനും അത്ര ഉത്സാഹവും കാരുണ്യവും ഉള്ള ഒരാളായിരുന്നു കാലായിലച്ഛൻ. ഞങ്ങളുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട അങ്കിളായിരുന്നു. സഭയോടുള്ള സ്നേഹം അത് ദൈവവചനം പഠിപ്പിക്കുന്നതിലൂടെയും സഭയുടെ പാരമ്പര്യങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും അത് പ്ലാസഡച്ചനെ മനസ്സിലാക്കുന്നതിലും സഭയിൽ മക്കൾക്കത് കൊടുക്കുന്നതിനും കാലായിലച്ഛൻ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. നല്ല ആധികാരികതയുള്ള സമർപ്പണ ജീവിതം നയിച്ച നല്ലൊരു സന്യാസ വൈദികൻ, ആരോടും പകയില്ലാത്തവൻ, എല്ലാവരെയും ഉൾക്കൊള്ളുന്നവൻ, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നവൻ, എല്ലാവരോടും സൗമ്യതയോടുകൂടി സന്തോഷത്തോടുകൂടി സംസാരിക്കുന്നവൻ. പ്ലാസിഡച്ചനെ പോലെ തന്നെ പൗരസ്ത്യ സഭയെ സംബന്ധിച്ചുള്ള അവഗാഹമുണ്ടായിരുന്നുള്ള ഒരു അധികായൻ തന്നെയായിരുന്നു നമ്മുടെ തോമസ് കാലായിലച്ഛൻ. ഏറ്റവും മനോഹരമായൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമ, വളരെയധികം ഹൃദ്യമായ ഒരു ചിരി, സന്തോഷകരമായൊരു ജീവിതം, സമൃദ്ധമായ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, ഇതെല്ലാം നല്ല ഓർമ്മയായിട്ട് മനസ്സിൽ നിൽക്കുന്നു. അച്ഛൻ എന്തിനും നന്ദി പറയും. അത് എത്ര ചെറിയ ആളാണെങ്കിലും 10-80 വയസ്സുള്ളപ്പോഴും ഞങ്ങൾ 10-20 വയസ്സുള്ള ഞങ്ങൾക്കൊക്കെ ഒരു കുഞ്ഞു കാര്യം ചെയ്തു കൊടുത്താലും വന്ന് നന്ദി പറയുകയും എല്ലാത്തിനും താങ്ക് യു പറഞ്ഞ് അത് പ്രത്യേകം റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു നല്ല പ്രകൃതമായിരുന്നു. ഈ രോഗത്തിൻ്റെ കാലഘട്ടത്തിലാണെങ്കിൽ പോലും തൻ്റെ വേദനകളെക്കാൾ ഉപരി കാണാൻ ചെല്ലുന്നവരെ സന്തോഷിപ്പിച്ച് അവരോട് സൗഹൃദം പങ്കിട്ട് എങ്ങനെയുണ്ട്, എങ്ങനെ പോകുന്ന ശുശ്രൂഷകളൊക്കെ എന്നൊക്കെ ഈ അവസാന കാലഘട്ടത്തിൽ വരെ നമ്മളോട് കരുതലുള്ള ഒരു നല്ല വൈദികൻ. ഞങ്ങളുടെ മാസ്റ്റർഷിപ്പ് ഞങ്ങളായിരിക്കുന്നതിൻ്റെ ഏറ്റവും അവസാന സമയങ്ങളിലാണ് അച്ഛന് വയ്യാതെ ആവുന്നതും ഞങ്ങൾ തന്നെയാണ് കുറേ നാൾ അച്ഛനെ നോക്കിയിരുന്നതൊക്കെ. അതുകൊണ്ട് അച്ഛൻ ഞങ്ങളെപ്പോഴും വിളിച്ചിരുന്നത് മാലാഖമാരെന്നാണ് ഞങ്ങൾ വിളിച്ചത്. ഓരോരുത്തരെയും മാലാഖമാരെന്നാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്. അത്രയും സ്നേഹത്തോടു കൂടി ഞങ്ങളെ നോക്കിയ മാസ്റ്റർ അച്ഛൻ്റെ ആത്മശാന്തിക്ക് മുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥനയോടെ നിൽക്കുകയാണ്. അച്ഛൻ്റെ അനുഗ്രഹങ്ങൾ ഇനിയും സ്വർഗത്തിലിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അച്ഛൻ ആത്മശാന്തി നേടുകയും ചെയ്യും. പണ്ഡിതനായ ഈ മനുഷ്യൻ, പല ഭാഷകൾ അറിയാവുന്ന ഇദ്ദേഹം, ഈ കാലായിലച്ഛൻ മരിക്കുമ്പോഴത്തേക്കിന് ഒരു കണ്ണുനീര് വരിക എന്നതിനപ്പുറം എൻ്റെ മനസ്സിൽ വരുന്നത് വലിയ അഭിമാനമാണ്. 86 വർഷം വരെ ഇവിടെ ജീവിച്ച് 86 വർഷവും ചിരിച്ച് സന്തോഷിച്ച് ഒരാളെപ്പോലും ഉപദ്രവിക്കാതെ, ഒരു എറുമ്പിനെ പോലും ഉപദ്രവിക്കാതെ കടന്നു പോകുന്ന ഈ മനുഷ്യ സ്നേഹം, ആ മനുഷ്യൻ്റെ മുൻപിൽ ഹൃദയവും കൈകളും ഒരുപോലെ കൂപ്പുകയാണ്. അച്ഛനെ ഈ അവസരത്തിൽ നമുക്ക് നഷ്ടപ്പെടുകയാണ്. ആത്മീയമായ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹം പഠിപ്പിച്ച വലിയ ജീവിത മൂല്യങ്ങളും എന്നും നിലനിൽക്കും. ഞാൻ അച്ഛൻ്റെ ആത്മാവിന് ആത്മശാന്തി നേരുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട കാലായിലച്ഛൻ്റെ ഓർമ്മ അയവിറക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇങ്ങനെ ഒരു പുരോഗര ശ്രേഷ്ഠനെ നമുക്ക് ദൈവം നൽകിയതിന് ദൈവമേ നിൻ്റെ കൃപയ്ക്കും കാരുണ്യത്തിനും നന്ദി. പ്രിയ ബഹുമാനപ്പെട്ട കാലായിലച്ഛൻ്റെ ഗുരുവച്ഛൻ്റെ ഭാവനസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നൽകിയ നന്മകളെയും സ്നേഹത്തെയും പ്രോത്സാഹനത്തെയും ഒക്കെ നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്നു. എനിക്ക് തീർച്ചയാണ് അദ്ദേഹം നമ്മിൽ നിന്ന് ശാരീരികമായി വേർപിരിഞ്ഞു പോയാലും തോമസ് അച്ഛൻ അദ്ദേഹത്തിൻ്റെ അരൂപിയിൽ, ആത്മാവിൽ നമ്മെ എല്ലാവരെയും CMA സഭയെ മുഴുവനായും, പ്രത്യേകിച്ച് സിറോ സഭയെ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നല്ല സ്മരണകൾ, നല്ല ഓർമ്മകൾ ഒക്കെ തന്നിട്ടാണ് അച്ഛൻ പോകുന്നത്. എന്നും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ
അത് കത്തിജ്വലിക്കുന്ന സ്നേഹം എപ്പോഴും ഉണ്ടാകും. അദ്ദേഹം സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട കാലായിലച്ചന് ദൈവം ശക്തമായ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം സ്വർഗത്തിൽ ഈശോയുടെ ഒപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.